ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റുഡിയോ ആണ്. ഞാൻ രാജീവ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ലൂമിനാറിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കാണ്. ലൂമിനാർ 2018 ആണ് ഞാൻ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ലൂമിനാറിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ എന്ന് പറഞ്ഞാൽ ലൂമിനാർ 3 ആണ്. ഓക്കെ, അപ്പോൾ ലൂമിനാർ 3 ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ലൂമിനാർ 2018 ഇന്നാണ് ആദ്യമായിട്ട് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊരു ഓവർ വ്യൂ ആണ്. ലൈറ്റ് റൂമുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യുന്നു എന്നാണ് നോക്കുന്നത് നമ്മൾ. ലൈറ്റ് റൂം പോലെ തന്നെ ലൂമിനാർ 2018 എന്ന് പറയുന്നത് ഒരു റോ ഇമേജ് എഡിറ്ററാണ്. അതുപോലെ തന്നെ വേറെ കുറച്ച് ഫീച്ചേഴ്സും കൂടി ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഞാൻ ഇന്ന് ഈ സോഫ്റ്റ്വെയർ കുറച്ച് നോക്കിയിരുന്നു. എന്തായാലും എനിക്ക് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പോലെ ഈ വീഡിയോ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൂമിനാർ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ, അതായത് ട്രയൽ വേർഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ട്രയൽ വേർഷൻ ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഫുൾ വേർഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ iStudio എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ ഏകദേശ വില എന്ന് പറഞ്ഞാൽ 3500 ആണ്. ലൈറ്റ് റൂമുമായിട്ട് കമ്പയർ ചെയ്താൽ വളരെ വില കുറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ്. മീൻസ് നമ്മൾ വില എന്ന് ഉദ്ദേശിക്കുന്നത് സോഫ്റ്റ്വെയറിൻ്റെ പ്രൈസാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വില കുറഞ്ഞ സോഫ്റ്റ്വെയർ എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ലൂമിനാർ 2018 കിടക്കാം. നമ്മൾ ലൂമിനാർ 2018 ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പൺ ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ഒരു ഇമേജിലേക്ക് ബ്രൗസ് ചെയ്ത് പോയി ഇമേജ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലൂമിനാറിൻ്റെ എനിക്ക് തോന്നുന്നത് ഏറ്റവും ആദ്യത്തെ ഒരു വേർഷനാണ്. ഇത് കഴിഞ്ഞിട്ടും ഒട്ടനവധി അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ വേർഷൻ ലൂമിനാർ 3 ആണ്. 2018 എന്ന് പറയുന്നത് ഇവരുടെ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യത്തെ വേർഷനുകളിൽ ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ് ഓപ്പൺ ചെയ്തു. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ലൂമിനാറിൻ്റെ ഏകദേശം ഒരു സെറ്റപ്പ് കാണാൻ സാധിക്കും. ഏകദേശം ലൈറ്റ് റൂം ഒക്കെ പോലെ തന്നെയാണ് നമുക്ക് ലൂമിനാർ കാണുന്നത്. നമുക്ക് പക്ഷേ ലെഫ്റ്റ് സൈഡിലെ ലൈറ്റ് റൂമിലെ പോലെ ഒരു പാനലില്ല. പക്ഷേ റൈറ്റ് സൈഡിൽ നോക്കിയാൽ നമുക്കിതുപോലെ ഹിസ്റ്റോഗ്രാം ഉണ്ട്. അതിന് താഴെ ടെമ്പറേച്ചർ, ടിൻ്റെ മുതലായ ഓപ്ഷൻസ്, ലൈറ്റ് റൂമിൽ കാണുന്ന ഓപ്ഷൻസ് ഒക്കെ എല്ലാം ഉണ്ട്. ലൂമിനാറിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലൂമിനാറിൻ്റെ യൂസർ ഇൻ്റർഫേസിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നോക്കിയാൽ നമുക്ക് കുറച്ച് പ്രീസെറ്റ്സ് കാണാൻ സാധിക്കും. ഈ പ്രീസെറ്റ്സ് നമുക്ക് എഡിറ്റിംഗ് ടൈം സേവ് ചെയ്യാനുള്ള പ്രീസെറ്റ്സ് ആണ്. നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് ഡയറക്റ്റ് നമ്മുടെ ഫോട്ടോയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്താൽ നമുക്ക് ജസ്റ്റ് ഈ പ്രീസെറ്റിലുള്ള എഫക്ട്സ് എല്ലാം നമ്മുടെ ഫോട്ടോയിൽ അപ്ലൈ ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത എഫക്റ്റ് ചിത്രത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് വേറൊരു എഫക്റ്റും കൂടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഫോഗി ഡേ എന്ന് പറയുന്ന എഫക്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഫോഗി ഡേ എന്ന് പറയുന്ന എഫക്റ്റ് നമ്മുടെ ചിത്രത്തിൽ അപ്ലൈ ആയി. ഈ എഫക്റ്റ് നമുക്ക് കുറയ്ക്കണമെങ്കിൽ ചെറുതായിട്ട് ഇതിൻ്റെ എമൗണ്ട് കുറച്ച് കൊടുത്താൽ മാത്രം മതി. നമ്മൾ ലൈറ്റ് റൂം, ഫോട്ടോഷോപ്പിലൊക്കെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ ഈ പ്രീസെറ്റിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് എമൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാം. എത്രമാത്രം ഈ പ്രീസെറ്റിന് സ്ട്രെങ്ത് വേണമെന്ന് നമുക്കിവിടെ ഡിറ്റർമൈൻ ചെയ്യാം. അതുകൂടാതെ നമുക്ക് ലൂമിനാറിലെ പുതിയതായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലെയേഴ്സിൻ്റെ ഓപ്ഷനാണ്. ലെയേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഫോട്ടോഷോപ്പിലാണുള്ളത്, ലൈറ്റ് റൂമിലില്ല. നമുക്ക് അഡോബിൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം എന്ന് പറയുന്ന 2 സോഫ്റ്റ്വെയർ ആണ് കിട്ടുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ആദ്യം ലൈറ്റ് റൂമിൽ എൻ്റെ 70% വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള വർക്കാണ് ഫോട്ടോഷോപ്പിൽ ചെയ്യുന്നത്. ലൂമിനാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൂമിനാറിൽ ഫോട്ടോഷോപ്പിലെ പോലെ ലെയേഴ്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ലെയേഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബേസിക്കൽ ഡിഫറൻസ് നോക്കിയാൽ നമുക്ക് ഫയൽസിലൊക്കെ വന്നാൽ ഏകദേശം സെയിം മെനു ആണ്. ലെയേഴ്സ്, ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. നമുക്കിത് ലൈറ്റ് റൂമിലില്ല. അപ്പോൾ ലെയർ മാസ്കും നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഞാനിതൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ബേസിക് ഒരു ഓവർലേ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ബേസിക് ആയിട്ട് നോക്കിയാൽ ചിത്രം സൂം ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ചിത്രം ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാനുള്ള ഓപ്ഷനുണ്ട്, അൺഡു ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്ററി പാനലുണ്ട്. പിന്നെ നമ്മുടെ ടൂൾസ് എന്ന് പറഞ്ഞാൽ 3 ടൂൾസ് ഇവിടെ ആക്സസ് ചെയ്യാം. ക്രോപ്പ്, ക്ലോൺ ആൻഡ് സ്റ്റാമ്പ്, പിന്നെ ഇറേസ് എന്ന് പറയുന്ന 3 ടൂൾസ് നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, ലൈറ്റ് റൂമിൻ്റെ അത്രയും ഫങ്ഷൻസ് ഇല്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ നമുക്കിവിടെ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ഫിൽറ്റേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ആഡ് ഫിൽറ്റേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനവധി ഫിൽറ്റർ ഓപ്ഷൻസ് നമ്മുടെ ലൂമിനാർ 2018 അവൈലബിൾ ആണ്. ഈ എല്ലാ ഓപ്ഷൻസും നമുക്ക് ഈ താഴെ കാണുന്ന മെനു ബാറിൽ അവൈലബിൾ അല്ല. മെനു ബാർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു കസ്റ്റം വർക്ക് സ്പേസ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അതിൽ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്. ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നോക്കിയാൽ നമുക്ക് പല രീതിയിലുള്ള വർക്ക് സ്പേസുകളുണ്ട്. പ്രൊഫഷണൽ, ക്വിക്ക് ആൻഡ് ഓസം, എസെൻഷ്യൽ, ഏരിയൽ ഫോട്ടോഗ്രാഫി, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ്, സ്ട്രീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ആഡ് ഫിൽറ്ററിൽ നമ്മളിപ്പോൾ കണ്ട ഫിൽറ്ററുകളെല്ലാം ഈ വർക്ക് സ്പേസുകളിലായിട്ടാണ്, പല വർക്ക് സ്പേസുകളിലായിട്ടാണ് കിടക്കുന്നത്. പ്രൊഫഷണലിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു നല്ല ശതമാനം ഫിൽറ്റേഴ്സ് നമുക്ക് കിട്ടും. പക്ഷേ പ്രൊഫഷണൽ ഇൻക്ലൂഡ് ചെയ്യാത്ത പല ഫിൽറ്റേഴ്സും നമുക്ക് ഇതിനിടയിൽ കാണാൻ സാധിക്കും.
അപ്പോൾ നമുക്ക് ബേസിക്കലി പ്രൊഫഷണൽ വേണമെങ്കിൽ ചൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ ക്വിക്ക് ആൻഡ് ഓസം ചെയ്യാം. പ്രൊഫഷണൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ലെൻസ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന 3 മെനു ഓപ്ഷൻസ് ഉണ്ട്. അതിന് താഴെയോട്ടാണ് ഈ ബാക്കിയുള്ള മെനു എല്ലാം വരുന്നത്. അപ്പോൾ അഡ്ജസ്റ്റിൽ നോക്കിയാൽ നോർമലി ലൈറ്റ് റൂമിൽ കാണുന്ന ഓപ്ഷൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ലൂമിനോസിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ലൈറ്റ് റൂമിലുണ്ട്. സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ഉണ്ട്. ഓക്കെ, ഈ ആക്സെൻറ്റ് ആൻഡ് ഫിൽട്ടർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ, ആക്സെൻറ്റ് AI ഫിൽട്ടർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് ലൈറ്റ് റൂമിലില്ല. അപ്പോൾ ഈ കാര്യം നോക്കിയിട്ട് മാത്രമേ എനിക്ക് പറഞ്ഞുതരാൻ സാധിക്കത്തുള്ളൂ. ഡിഹേസ് എന്ന് പറയുന്നത് പുതിയ ലൈറ്റ് റൂമിൻ്റെ വേർഷൻസുകളിലുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഇച്ചിരി മഞ്ഞൊക്കെയുള്ള ഭാഗത്ത് ചെന്നിട്ട് വളരെ ദൂരെയുള്ള ഒരു മൗണ്ടനൊക്കെ എടുത്ത് കഴിയുമ്പോൾ അതിന് മുൻപിൽ ചെറിയൊരു മൂടൽമഞ്ഞ് പോലൊരു ഒരു സംഭവം കാണാറുണ്ട്. അതിനെയാണ് നമ്മൾ ഹെയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെയ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിഹേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഹേസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഹെയ്സിൻ്റെ ക്വാണ്ടിറ്റി നമ്മുടെ ചിത്രത്തിൽ നിന്ന് കുറയുന്നതായിരിക്കും. അതായത് മഞ്ഞ് പോലുള്ള ആ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ട് ചിത്രം കുറച്ചും കൂടെ ക്ലിയർ ആകും. എൻ്റെ കയ്യിൽ ബേബി ഫോട്ടോസാണ് ഉള്ളത്, അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ഒരു ഫിൽറ്റർ കാണിക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഇവിടെ ഇല്ല. ഇനി നമുക്ക് റിമൂവ് കളർ കാസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അത് ഓട്ടോ ഓപ്ഷനുണ്ട്, ഓട്ടോ 1, ഓട്ടോ 2, പിന്നെ മാനുവൽ എന്ന് പറയുന്ന 3 ഓപ്ഷനുണ്ട്. അപ്പോൾ ചിത്രത്തിൽ എന്തെങ്കിലും കളർ കാസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളർ കൂടുതലാണ്, ബ്ലൂ കളർ കൂടുതലാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യുമ്പോൾ ഓറഞ്ച് കളർ കൂട്ടിയിട്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾക്കൊരു കറക്റ്റ് വൈറ്റ് ബാലൻസ് ഒക്കെയാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം. പിന്നെ അഡ്വാൻസ്ഡ് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ലൈറ്റ് റൂമിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് ഹൈലൈറ്റ്സിൽ മാത്രം കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യാം, മിഡ് ടോൺസിൽ മാത്രം ഇൻക്രീസ് ചെയ്യാം, ഷാഡോസിൽ മാത്രം ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. പിന്നെ നമുക്ക് കേർവ്സ് ആണുള്ളത്. ലൈറ്റ് റൂമിൽ നമുക്ക് ഒരു കേർവേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ലൂമിനാർ 2018 നമുക്ക് ഒന്നിലധികം കേർവ്സ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ ഓരോ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്ത് പല പല ലെയറുകളിലായിട്ട് പല കേർവ്സ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഫോട്ടോഷോപ്പിലെ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നൊരു നല്ലൊരു ഫീച്ചറാണ് ലൂമിനാറിലേത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു പോളറൈസിങ് ഫിൽറ്റർ യൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, അതൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ നോക്കിയിട്ടില്ല. HSL സ്ലൈഡർ ഉണ്ട് നമുക്ക്. പിന്നെ സ്പ്ലിറ്റ് ടോണിങ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതെല്ലാം നമുക്ക് ലൈറ്റ് റൂമിൽ ഉള്ളതാണ്. അതുപോലെ തന്നെ ലട്ടിൻ്റെ സ്ട്രെങ്ത് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാം. ഇനി ലട്ടും പ്രീസെറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. വിഗ്നെറ്റ് വേണമെങ്കിൽ നമുക്ക് ചിത്രത്തിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് ഡോഡ്ജ് ആൻഡ് ബേണിൻ്റെ ഓപ്ഷനുണ്ട്. ഇതെല്ലാം ഡോഡ്ജ് ആൻഡ് ബേൺ ലൈറ്റ് റൂമിലുണ്ട്. പക്ഷേ ലൈറ്റ് റൂമിലേതാണോ ഡോഡ്ജ് ആൻഡ് ബേൺ നല്ലത്, ഇതിലെയാണോ നല്ലതെന്ന് എനിക്കറിയില്ല. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഫോട്ടോഷോപ്പിലെ ഡോഡ്ജ് ആൻഡ് ബേൺ ആണ്. അപ്പോൾ ഇതാണ് ലൂമിനാർ 2018 ബേസിക് ലേ ഔട്ട്. നമുക്ക് ഡീറ്റെയിലുകളിലേക്ക് പിന്നീട് കിടക്കാം. ഇനി ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഡ്രോബാക്ക്, 2 ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഡ്രോബാക്സ് ലൂമിനാർ 3 അവർ പരിഹരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിന് ശേഷം വന്നിരിക്കുന്ന അപ്ഡേറ്റിൽ അവർ പരിഹരിച്ചിട്ടുണ്ട്. ഈ ആദ്യത്തെ വേർഷനിലുള്ള ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോട്ടോ ക്ലോസ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് സാധാരണ ലൈറ്റ് റൂം ഒക്കെ ആണെങ്കിൽ ഒരു ഇൻറ്റു മാർക്കുണ്ട് ചിത്രം ക്ലോസ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ലൂമിനാർ 2018 ഇല്ല. അതിന് പകരം നമുക്ക് ഓപ്പൺ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് പുതിയ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ ഈ ഫോട്ടോ നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആകത്തുള്ളൂ. ഇത് നമുക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ സേവ് ചെയ്യാതെ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യേണ്ടത് തീരുമാനിക്കാം. പക്ഷേ നമുക്ക് ഈ ചിത്രം മാത്രമായിട്ട് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ലൂമിനാർ 2018 അതൊരു ഡ്രോബാക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ് റൂമിലെ പോലെ ഒത്തിരി ഫോട്ടോസ് അറേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ലൂമിനാർ 2018 ഈ ആദ്യത്തെ വേർഷനിലില്ല. പക്ഷേ അവരത് പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പുതിയ വേർഷനുകളിൽ. ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്. അപ്പോൾ ഇതൊരു ലൂമിനാറിൻ്റെ എന്താ പറയുന്നത് ആദ്യത്തെ വേർഷനാണ്. ഇതിന് ശേഷം ഒട്ടനവധി അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ലൂമിനാർ 3 ഇപ്പോൾ കഴിഞ്ഞ മാസം ലൂമിനാർ 3 വരുന്നുണ്ട്. നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ലൂമിനാർ 3 ആക്ച്വലി റിലീസ് ചെയ്തിട്ടില്ല. എനിക്ക് ഒരു മെയിൽ അയച്ചെന്നല്ലാതെ അത് ആക്ച്വലി റിലീസ് ചെയ്തിട്ടില്ല, അനൗൺസ് ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ താമസിയാതെ വരുന്നുണ്ട് ലൂമിനാർ 3. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ലൂമിനാർ 2018 ആണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലൂമിനാറിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എനിക്കും ഏകദേശം ഒരു ഐഡിയ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ലൈറ്റ് റൂം ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഏകദേശം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലൂമിനാർ ഫ്രീ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ, ട്രയൽ വെർഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എനിക്കൊന്ന് 30 ഡേ ട്രയലാന്ന് തോന്നുന്നു. നമ്മുടെ താഴെയുള്ള ലിങ്കിൽ നോക്കിയാൽ ഈ 30 ഡേ ട്രയൽ വെർഷൻ നിങ്ങൾക്ക് കിട്ടും. ഈ വീഡിയോയുടെ തന്നെ ലിങ്കിലല്ല, നമ്മുടെ എല്ലാ വീഡിയോയുടെയും താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഫ്രീ വേർഷൻ്റെ ഡൗൺലോഡ് ലിങ്കും അതുപോലെ തന്നെ ഫുൾ വേർഷൻ വാങ്ങാനുള്ള ഓപ്ഷൻ്റെ ലിങ്കും ഇതിനകത്തുണ്ട്. നമുക്ക് വേണമെങ്കിൽ
iStudio എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു 10% ഡിസ്കൗണ്ടും അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഫുൾ വെർഷൻ വാങ്ങിയാൽ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം ഫോട്ടോഗ്രാഫി, പുതിയതായി ലൂമിനാർ, ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണം, പഠിക്കണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർക്കും നന്ദി. നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഏകദേശം 2 മാസത്തിനുള്ളിൽ 10,000 എത്തും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.